ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന LBSലെ GNM ആൻഡ് ANM കോഴ്സിന്റെ മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ കയറി LBS സെന്റർ എന്ന് അടിക്കുക. നിങ്ങൾക്ക് LBSന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയി കിട്ടുന്നതായിരിക്കും. അതിൽ നിന്നും നമ്മുടെ GNM ആൻഡ് ANMന്റെ ബേസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇന്ന് സെപ്റ്റംബർ 16 മെയിൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 മണിക്ക് ശേഷം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 3 മണിക്ക് ശേഷം തന്നെ നമുക്കിവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രവേശനത്തിനുള്ള ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷകർ കോളേജ് ഓപ്ഷനുകൾ ഓൺലൈനായി സെപ്റ്റംബർ 17 മുതൽ സെപ്റ്റംബർ 19 വരെ സമർപ്പിക്കാവുന്നതാണ്. ഓപ്ഷൻസ് നൽകുന്നതിൽ പരിധിയില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി മുന്നൊരു അപ്ഡേഷൻ വന്നിരുന്നത് നമുക്ക് നമ്മുടെ ജില്ലകളിൽ മാത്രമായിരുന്നു ഇവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൽ ഒരു മാറ്റമുണ്ട്. അതായത് SC/ST സ്റ്റുഡൻസിന് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക റിസർവേഷൻ ഉള്ളത്. എന്നാൽ മറ്റു കുട്ടികൾക്ക് എല്ലാ കോളേജസും വെക്കാൻ വേണ്ടി സാധിക്കും. ഗവൺമെന്റ് കോളേജസ് എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത കുട്ടികളെ ഇതിൽ പരിഗണിക്കുകയില്ല. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റും കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 20 ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ടോട്ടലി 3 റാങ്ക് ലിസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് സയൻസ് കോഴ്സസ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ലിസ്റ്റും, ഒന്ന് നോൺ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ലിസ്റ്റും, പിന്നെ ഒന്ന് ANM കോഴ്സിന് വേണ്ടിയിട്ട് അപേക്ഷിച്ച കുട്ടികളുടെ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് നോക്കുക. നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് കമന്റ് സെക്ഷനിലും പറയുക. അപ്പോൾ കുറെ കുട്ടികൾ ചോദിച്ചതാണ് കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു പ്രഡിക്ഷൻ വീഡിയോ ഈ ഒരു GNM ആൻഡ് ANM കോഴ്സിനെ പറ്റിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കഴിഞ്ഞ വർഷം DHS DME ഈ ഒരു വെബ്സൈറ്റ് വഴിയായിരുന്നു GNM ആൻഡ് ANM കോഴ്സസിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം മുതലാണ് LBS ത്രൂ ഇത് നടക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ DHSന്റെയും DMEയുടെയും പ്രഡിക്ഷൻ ചെയ്തിട്ട് ഇവിടെ കാര്യമില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പുതുതായ ഒരു രീതി ആയതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോവുക എന്നത് നമുക്ക് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ കാണുന്നുണ്ട് പല കുട്ടികളും റാങ്ക് ഇത്രയാണ് കിട്ടുമോ എന്നത് ചോദിക്കുന്നത്. പക്ഷെ അതിനുള്ള ഒരു റിപ്ലൈ തരാൻ സാധിക്കാത്തത് ഞാൻ ഈ രീതിയിൽ എൻക്വയറി ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് കഴിഞ്ഞ വർഷത്തത് വെച്ചിട്ട് ഈ വർഷം പ്രഡിക്ഷൻ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്നത് കൊണ്ടാണ് പല കുട്ടികൾക്കും അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, പല കുട്ടികൾക്കും റിപ്ലൈ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഈ ഒരു കാര്യം കൂടി പറയുന്നത്. പിന്നെ ഇനി മെയിൻ റാങ്ക് ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് അറിയാത്ത കുട്ടികളുണ്ട്. നമുക്ക് ഈ സൈറ്റിൽ തന്നെ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിൽ റാങ്ക് ലിസ്റ്റ് ന്യൂ എന്ന് പറഞ്ഞ് കാണിക്കുന്നതിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് എന്ന് കാണാം. അതുപോലെ നിങ്ങളുടെ കാറ്റഗറി കോട്ടയും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന് നിങ്ങൾക്ക് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് 1 വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം, 2 വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം, 3 വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സയൻസ് പഠിച്ച കുട്ടി GNMന് മാത്രമാണ് അപേക്ഷിച്ചത് എന്നുണ്ടെങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റ് 1 സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇപ്പോൾ കോട്ട ഏതാണ്, EWS ആണോ, ഈഴവയാണോ, മുസ്ലിം ആണോ, ഏത് കാറ്റഗറി ആണോ നിങ്ങൾ വരുന്നത് അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പേരും ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ നിങ്ങളുടെ റാങ്കും ഒക്കെ കാണാൻ സാധിക്കും. നിങ്ങളുടെ മാർക്കും കാണാൻ വേണ്ടി സാധിക്കും. മാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് പെർസെന്റേജിലായിരിക്കും വരുന്നുണ്ടാവുക. കുട്ടികൾക്കും ഇപ്പോഴും ഇൻഡെക്സ് മാർക്കിന്റെ പെർസെന്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. പലരും അങ്ങനെയും കമന്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, ഞാൻ ഓൾറെഡി ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കറക്റ്റ് രീതി എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഓരോ കാറ്റഗറിക്കും എത്രത്തോളം റാങ്ക് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ റാങ്ക് ലിസ്റ്റ് വരികയുള്ളൂ. ഏതെങ്കിലും കുട്ടികൾക്ക് ഓൾറെഡി ആപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷെ കറക്ഷൻ ഡേറ്റ് ഒക്കെ കൊടുത്തതിന് ശേഷവും പോലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റാങ്ക് ലിസ്റ്റ് വരില്ല. അതിന്റെ റീസൺ നിങ്ങൾ കറക്ഷൻ കൊടുത്തതും ശരിയായിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയത് കൊണ്ടാകാം റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് വരാത്തത്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവർക്ക് മാത്രമേ മുന്നോട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനും അലോട്ട്മെന്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും വേണ്ടി സാധിക്കുകയുള്ളൂ.
അലോട്ട്മെന്റിന്റെ നിർദ്ദേശങ്ങളെല്ലാം LBS വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് ഓൾറെഡി വീഡിയോസും ചെയ്തിട്ടുള്ളതാണ്. അത് കാണാത്തവർ അത് കഴിഞ്ഞ് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ 1000 സ്റ്റുഡൻസിനൊക്കെ പലർക്കും റാങ്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ കാറ്റഗറി ബേസ് ചെയ്തിട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്ത എല്ലാ കുട്ടികളും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വന്നിട്ടുള്ള കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇനി പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നതിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് മെയിൻ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പറയുക. പേഴ്സണൽ ആയിട്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ GNM കോഴ്സസിന് നോൺ സയൻസ് സ്റ്റുഡൻസ് അപേക്ഷിച്ചിട്ടുണ്ട്. അതായത് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഒട്ടും ബയോളജി ഇല്ലാത്ത കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്ത കുട്ടികളോട് എനിക്ക് പേഴ്സണലി പറയുന്നതാണ്, ഡെഡിക്കേറ്റഡ് ആണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് മാർക്ക് ഉണ്ടായിട്ട് നിങ്ങൾ ചുമ്മാ ഇതിൽ കയറി കഴിഞ്ഞാൽ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നിങ്ങൾ നോൺ സയൻസ് പഠിച്ച സ്റ്റുഡൻസിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതിലോട്ട് കയറുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആദ്യം കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ നല്ല ഡെഡിക്കേറ്റഡ് ആണ്, പഠിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ കോഴ്സ് എടുക്കുക. പല നോൺ സയൻസ് സ്റ്റുഡൻസും GNM പഠിക്കുന്നവരും ഉണ്ട്, GNMന് കയറിയിട്ട് ഇറങ്ങുന്നവരും ഉണ്ട്. ഇതിപ്പോൾ സയൻസ് സ്ട്രീമിലായാലും അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണം. പക്ഷെ നോൺ സയൻസ് സ്റ്റുഡൻസിനോട് എടുത്തു പറയുന്നതിന്റെ റീസൺ ഇതാണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റും ഉണ്ടാകണം. കാരണം നിങ്ങൾ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റിലേക്കാണ് പോകുന്നത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അലോട്ട്മെന്റിന്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിലുണ്ട്. അത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. പ്രോസ്പെക്ടസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി GNM ആൻഡ് ANM കോഴ്സസിനെ പറ്റിയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ഡൗട്ട്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഏത് കോളേജസ് ആണോ വരുന്നത് അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ SC/ST സ്റ്റുഡൻസ് അവർക്ക് വരുന്ന റിസർവേഷൻ ഉള്ള കോളേജസിൽ പ്രയോറിറ്റി ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഉടനടി ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുക. കറക്റ്റ് ടൈമിന് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രഡിക്ഷൻ വീഡിയോയുടെ കാര്യമാണ്. ഞാൻ ഒരുപാട് നോക്കിയതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. എൻക്വയറി ചെയ്തപ്പോൾ കഴിഞ്ഞ വർഷത്തെ DHS ആൻഡ് DME ബേസ് ചെയ്തിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ഈ വർഷം ആദ്യമായിട്ടാണ്, അതായത് ടോട്ടലി ആദ്യമായിട്ടാണ് LBS ത്രൂ GNM ആൻഡ് ANM കോഴ്സിന്റെ അഡ്മിഷൻസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാൻ സാധിക്കില്ല എന്നത് കൂടി ഞാൻ കുട്ടികളോട് പറയാണ്. കാരണം പല കുട്ടികളും ചോദിക്കുന്നുണ്ട് എത്ര മാർക്കിന് കിട്ടും എന്നുള്ളത്, പക്ഷെ അത് നമുക്ക് അറിയില്ല. കാരണം LBS ത്രൂ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.